ഹലോ ഗെയ്സ്, അപ്പോൾ എല്ലാ മച്ചവർക്കും ലോട്ട് ഗെയിം അച്ഛനും മറ്റുള്ളൊരു സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഇന്ത്യൻ ബൈക്ക് റൈൻ റെഡി ഒരു കോപ്പി ഗെയിമായിട്ടാണ്. ഇന്ത്യൻ കാർ ബൈക്ക് റൈൻ റെഡി എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. എൻ്റെ ഈ ഗെയിമാണ് തുടക്കത്തിൽ സെറ്റിങ്സ് ഉണ്ട്, പ്ലേ ഉണ്ട്, എൻ്റെ യൂട്യൂബിൻ്റെ എന്തോ ഓപ്ഷൻ ഉണ്ട്, യൂട്യൂബ് ഓപ്പൺ ആക്കാനുള്ളത് തോന്നുന്നു. അതിൻ്റെ ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നുണ്ട്, അതിന് ക്ലിക്ക് ചെയ്ത ലാംഗ്വേജ് മാറും. ഇപ്പം ഞാൻ മാറ്റുന്നില്ല, കാരണം പിന്നെ ഇംഗ്ലീഷ് എൻ്റെ പഠിക്കാൻ ഭയങ്കര പാടാവും. അപ്പോൾ സെറ്റിങ്സ് കയറി നോക്കേണ്ടത് എന്തൊക്കെ ഉണ്ടെന്ന്. ആൻഡ് ആരോസ് ഫോർ സ്റ്റിയറിങ്, ഓക്കെ, ആരോ ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു ഇതുണ്ടല്ലോ അത്. അതിൻ്റെ ബ്ലൂം എഫക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഷാഡോ ക്വാളിറ്റി ലോ ആണ്, ഒരു മീഡിയം കിടന്നോട്ടെ. ആൻഡ് ആംബിയൻ്റ് ഓപ്ലീസ് അതെന്താ എനിക്കറിയില്ല. FPS ടാർജറ്റ് ഇതൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് പ്ലേ ചെയ്യാം. സോ ഞാൻ പ്ലേ ഞെക്കാൻ പോവാണ്, എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്കിൻ്റെ കോപ്പി ഗെയിം എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് എന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് നോക്കാണ്. ഓക്കെ, അല്ലോടെ വാട്ട് എടാ ഇത് നോക്ക്, ഇന്ത്യൻ ബൈക്കിൻ്റെ പക്ക കോപ്പിയുടെ എടാ ഡ്രസ്സൊക്കെ നോക്ക്, അതേ ഡ്രസ്സ് കോപ്പിയിൽ ഡ്രസ്സ് മാറ്റാൻ പറ്റും. ഫോണൊക്കെ ഉണ്ട് കേട്ടാ, ഡ്രസ്സ് ഇത് ഇമെയിൽ എന്ന മെസ്സേജ് ഇതൊക്കെ പറ്റുമോ എടാ? വാട്സപ്പിൽ നിന്നൊക്കെ വാട്സാപ്പിലൊക്കെ മെസ്സേജ്, ഇതിലുള്ള എല്ലാ ആപ്പും ഓപ്പൺ ആക്കാൻ പറ്റും. ക്വിക്ക് സേവ് പറ്റില്ല. ആൻഡ് ഇതാണ് കോണ്ടാക്ട്, ഇതിൽ ചീറ്റ് കോഡ്സ് ചെയ്യാം, ചീറ്റ് കോഡ്സ് പറ്റും. ഇതിൽ നമ്മൾ ഇന്ത്യൻ ബൈക്കിലുള്ള പോലെ തന്നെ വേറെയും കുറച്ച് ഓൾറെഡി പേരുണ്ട്. മൈക്കിൾ, നരേന്ദ്ര, ശിവം, സുരേന്ദ്ര, ജോൺ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ വാൾപേപ്പറൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ആൻഡ് ഇതാണ് ഇപ്പോഴത്തെ വാൾപേപ്പർ. ഇത് കുറേ വാൾപേപ്പർ ഉണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് ഇതും ഈ വെള്ളച്ചാട്ടം ഇത് വേണ്ട, ഇത് കുറച്ചുകൂടി കുഴപ്പമില്ല. എൻ്റെ തീം ഓക്കെ, ഈ ബ്ലൂ റെഡ് ആവുക, അങ്ങനെ എനിക്ക് ബ്ലൂ തന്നെ മതി. ആൻഡ് ദെൻ റിംഗ് ടോൺ, ഇതിൽ റിംഗ് ടോണൊക്കെ ഉണ്ടോ? ആദ്യം എൻ്റെ പ്രൊഫൈല് നോർമൽ മോഡ് കിടക്കട്ടെ. ആൻഡ് ഇപ്പോൾ വാൾപേപ്പർ മാറിയടേ ചീറ്റ് കോഡ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു. നമുക്ക് ചീറ്റ് കോഡ്സ് ഏതൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ, ഞാൻ ഇപ്പോഴാണ് ഈ ഗെയിം കളിക്കുന്നത്. സോ എനിക്ക് നമ്മുടെ ഇന്ത്യൻ ബൈക്കത്തെ ചീറ്റ് കോഡ്സ് വർക്കാവുമോ? രാത്രി പറ്റുമോ? നൈറ്റ് പറ്റില്ല. 1000 2000 അങ്ങനെ അടിച്ചോക്കാം. സോ 1000 വന്ന് ചീറ്റ് പ്രോസസ്സിങ് ആയി. ആൻഡ് ഈ ബൈക്ക് ആ ബൈക്ക് തന്നെ ഇവിടെ 1000 സ്പോൺ കഴിഞ്ഞ് നമുക്ക് 2000 അടിച്ചോക്കട്ടെ. ഏത് ബൈക്ക് വരും? ബൈക്കാണോ കാറാണോ ഒന്നും എനിക്കറിയില്ല. 2000 ഓക്കെ, ഹ്യുണ്ട അല്ലെ ഹ്യുണ്ടയുടെ കാറാ ഏടേ? ഇതിൽ ലോഗോ പോലത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ബൈക്കിൽ ഇങ്ങനെ ഇല്ല, ലോഗോടെ അവിടെ. ഇതിലിപ്പോൾ ലോഗോ ഇല്ല, അല്ല വേറെ എന്തോ പോലത്തെ വേറെ എന്തോ ഒരു മീനിങ് ആണ്. നമുക്ക് 3000 അടിച്ചോക്കാം. അയ്യോ 3000 ഇല്ല, 4000 ഇത് ഉണ്ടാവണ്ടല്ലോ. ഇല്ല 5000 ഇതിൽ ഉണ്ടായാൽ മതി. 6000 ഉണ്ട്. 6000 ഇതെന്താ? ഷർട്ട് അടാ, ഷർട്ട് മാറ്റാൻ പറ്റും. ഇന്ത്യൻ ബൈക്കിലുള്ള അതേ ഡ്രസ്സ്, മിലിറ്ററിന്റെ ഷർട്ട്, പിന്നെ ബ്ലാക്ക്. ഇത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എടേ വജാതി കോപ്പി തന്നെ മാറ്റിപ്പോ 6000. അപ്പോൾ നമുക്ക് ട്രൗസർ മാറ്റാൻ പറ്റില്ലേ? അത് നമുക്ക് 7000 നോക്കാം. അത് നിങ്ങൾക്ക് ചീറ്റ് കോഡ്സ് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. വെതർ ചേഞ്ച് ഡേ, ഇതിപ്പോൾ ഡേ തന്നെയല്ലേ? നമുക്കൊന്നും കൂടി 7000 അടിച്ചോക്കട്ടെ. 4 അല്ല 7000 ഇപ്പം നന്നായി. വെതർ ചേഞ്ച് ഇത് തന്നെയല്ലേ? അതെന്താ എനിക്കറിയില്ല, അറിയുന്നവരത് കമൻറ്റ് ചെയ്യാം. എൻ്റെ 8000 ഒന്നുമില്ല, 9000 ഒന്നുമില്ല, 10,000 ഒന്നുമില്ല. ഈ ചീറ്റ് കോഡ്സ് അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഞാനിപ്പോൾ ഈ ബൈക്ക് എടുക്കും, ഈ ബൈക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. ഈ ബൈക്ക് ഇന്ത്യൻ ബൈക്കിലില്ല കേട്ടോ. ഓക്കെ, ഇതിൽ സ്പീഡ് ഇങ്ങനെ അയ്യോ ഹെൽമെറ്റ് എടുത്ത്. ഓക്കെ എടാ സ്പീഡ് കാണിക്കടാ, സ്പീഡിൻ്റെ സ്വിച്ച് ഇങ്ങനെ മാറ്റാം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതാ കണ്ട സ്പീഡിൻ്റെ ഇതാ ഇതുണ്ട്. ഇതിഷ്ടമായി. ഓക്കെ, നമുക്ക് വണ്ടിയുടെ എത്ര സ്പീഡ് പോകുന്നുണ്ട് അറിയാം. ഓക്കെ, നമ്മുടെ ഇതേ നിൽക്കുന്ന നമ്മുടെ ബൈക്ക് ഞാൻ സ്പീഡ് ഓവറാവുന്ന, സ്പീഡ് കൂടുന്ന ഇതേ. അതെന്താടേ സാധനം? ബിൽഡിങ് കയറാൻ പറ്റുമോ? ബിൽഡിംഗ് ആണോ മൊത്തത്തിൽ? എടാ സ്റ്റേഡിയോ ഫുട്ബോളാ? ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയം? ഫുട്ബോളില്ല, ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയം. ഇതിൽ സ്റ്റേഡിയം ഒക്കെ ഉണ്ടാ
നമുക്ക് കളിക്കാൻ പറ്റുമോ? എനിക്ക് ഒന്ന് മറ്റേ എടുത്ത് പോയാൽ നമുക്ക് കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നേ. എടാ ഇവിടെ മാപ്പ് ഉണ്ട്. ഇതാ ഞാനിപ്പോഴാണ്. ഇതെന്താ ഇതെന്താ സാധനം? അതെന്താന്ന് എനിക്കറിയില്ല. എൻ്റെ മാപ്പ് ഇവിടെ പ്ലസ് ഹോസ്പിറ്റലാണ് തോന്നുന്നത്. എൻ്റെ ഇതെന്താ ബാങ്ക് സ്കൂൾ എന്തോ ആണ്. അതിത് നമ്മുടെ വീട്. നമ്മളിപ്പോൾ ഇവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമുക്ക് ഈ ബാങ്ക് പോലത്തെ ഈ സ്ഥലത്തോടൊന്ന് പോയാലോ? എങ്ങനെയാണ് ഇവിടെ സ്ഥലം ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ കളിക്കാൻ പറ്റൂല. അതാണ് ഇതിൽ കളിക്കാൻ പറ്റണം കേട്ടോ. അതാ സ്റ്റെമ്പ് നമുക്ക് പിടിച്ച് പൊട്ടിച്ചു. തോക്ക് ഇവിടെ ഇതിൽ വേറെ തോക്കുകൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടല്ലോ. അതായത് ഈ തോക്ക് ഇന്ത്യൻ ബൈക്കിലില്ല, പിന്നെ ഈ തോക്ക് ഇന്ത്യൻ ബൈക്കിലില്ല, ഇതും ഇല്ല. അതിൻ്റെ ഒരു മിസൈലില്ല. സോ നമുക്ക് ഈ തോക്ക് എടുത്തോട്ടെ. നമുക്ക് വെടിച്ചാൽ പൊട്ടുമോ? പൊട്ടിച്ച് ഓക്കെ. ഒരു ഓട്ട വീഴുന്നുണ്ട് കേട്ടാ. ഇതിലൊരു ചെറിയൊരു ഇന്ത്യൻ ബൈക്ക് അല്ലാത്തൊരു ഇതുണ്ട്, ഒരു ഡീറ്റെയിലിങ്. കാരണം അങ്ങനെ വെടിക്കുമ്പോൾ അല്ലേ സ്റ്റെമ്പിൽ മാത്രമല്ല, സ്റ്റെമ്പിൻ്റെ ഇടയിൽ കൂടെ പോവുകയാണെങ്കിൽ ഇവിടെ ഓട്ടയാവും. എന്നാലും ഇന്ത്യൻ ബൈക്കിലാണെങ്കിൽ എയറിൽ അവിടെ ഇങ്ങനെ ഓട്ടയാവുണ്ടായിരുന്നു. ഓരോരുത്തരും ഇതിൻ്റെ ഗ്രാഫിക്സ് അടിപൊളി കേട്ടാ. ഞാൻ പറയാൻ വിട്ടേ, നല്ല ഗ്രാഫിക്സും ഉണ്ട്. അതിൻ്റെ ഇതിൽ ഇരിക്കാൻ പറ്റും. അതെന്താണ് ഇരിക്കുന്ന സാധനമാണത്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇരിക്കുക കളർമ കയറി കളറിലിങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് നോക്കട്ടെ. നമ്മളെ കൂടെ വാൾ റൈഡ് അടിക്കാൻ പറ്റുമോ? ഓക്കെ. സ്റ്റെപ്പ്. ഇത് സീറ്റാണാ? ഇത് സീറ്റ് ഇരുന്ന് അവിടെ നോക്കുമ്പോൾ പരന്ന് നിൽക്കണ പോലെ. അതാ കണ്ട സ്റ്റെപ്പ് പോലെ. അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ പരന്ന് നിൽക്കണ പോലെ ഉണ്ട് കേട്ടാ. ഇത് അടിപൊളി വേണ്ട. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഞാൻ മാപ്പ് ഒന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ പോകാൻ പോണത് ഈ മാപ്പ്. ഓക്കെ. ഇതാണ് മാക്സിമം. ഇതൊരു ബിൽഡിങ്ങിൻ്റെ ഒരു മോഡൽ പോലെയുള്ള ഈ ഒരു കണ്ണ മാപ്പ്. ഈ വെള്ള വരെയാണ് റോഡ് എന്ന് തോന്നുന്നത്. കണ്ട. അപ്പോൾ അതൊരു ചെറിയ മാപ്പാണ് തോന്നുന്നത്. നമുക്ക് ഇത് റോട്ടിലേക്ക് കയറിയതിന് ശേഷം ഇവിടോട്ടൊന്ന് പോയി നോക്കാം. നമുക്കിവിടെ കാണുന്ന ഈ ബിൽഡിങ് പോലത്തെ ഓപ്ഷനിലൊക്കെ കയറാൻ പറ്റുന്ന ബിൽഡിങ്ങുകളാണ് തോന്നുന്നു കാണുക. കാരണം ഇവിടെ കയറാൻ പറ്റാത്ത കുറേ ബിൽഡിങ്ങുകളുണ്ട്. സോ നമുക്ക് നേരത്തെ കണ്ട പോലത്തെ ബാങ്ക് പോലത്തെ ഒരു സ്ഥലം. ബാങ്കാണോ അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇതൊരു നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ്ടേ. കാരണം ഈ ഗെയിം ഞാൻ ആദ്യമായിട്ടാണ് കളിച്ച് നോക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് അറിയാതെ ഓണായതാണ്. ഞാനിനി ബാങ്ക് പോലത്തെ ആ സ്ഥലത്ത് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബാങ്ക് പോലത്തെ സ്ഥലത്ത് എത്തിയതാട്ടോ മാപ്പിൽ കാണിക്കണേ. എൻ്റെ സൈഡിൽ ഇതാണോ ബാങ്ക്? ഇത് ബാങ്ക് അല്ലല്ലോ, ഇത് വേറെന്തോ സാധനമാണ്. ഇതെന്താണ്? ഇതെന്ത് ബിൽഡിങ്ങാണ്? ഇങ്ങനത്തെ ഒരു ബിൽഡിങ് കയറാൻ പറ്റുമോ? ഓക്കെ നോക്കട്ടെ. ഇത് മ്യൂസിയം തിരിച്ചിട്ടുണ്ട് ഇവിടെ. മ്യൂസിയം ഉണ്ട് ഇതില്. സീരി ഗെയിം. ഇതാണെന്താണ് ഹെൽമെറ്റ് ഇരിപ്പോൾ കഴിഞ്ഞു വീഴുന്നു. മ്യൂസിയം നേരി വെച്ചിട്ടുണ്ടാ. അതിൽ മ്യൂസിയം ഉണ്ടാ. ഞാൻ ഈ ഗെയിം സീനാട്ടെ. ഇന്ത്യൻ ബൈക്കിനേക്കാളും വേറെ ലെവലാവുന്നത്. ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കട്ടെ. എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. എന്തൊന്നറിയില്ല. അലാറം അടിക്കുമോ? എന്ത് പിടിച്ച് പൊട്ടിക്കാൻ പറ്റും? പിടിച്ച് പൊട്ടിക്കാൻ അലാറം അടിക്കുമോ? ഓട്ടോ എഴുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒന്നും എത്തണില്ല. അലാറം ഇവിടെ ഇത് നോക്കട്ടെ. വെടിയുണ്ടാ. നമ്മളിങ്ങനെ വെടിക്കുമ്പോൾ മറ്റേ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ വെടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടിങ്ങനെ വീഴുന്നുണ്ടേ. ഈ ഗെയിം വേറെ ലെവലിട്ടാ. അടിപൊളി ഗെയിം. ഇത് എന്തൊക്കെയാ സാധനം എനിക്ക് മനസ്സിലാവില്ല. അതെന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്കിത് കുറേ പുരാവസ്തുക്കളുണ്ട് ഡയമണ്ടൊക്കെ പോലെ. ഈ ഗെയിം അടിപൊളിയാട്ടാ. ഇന്ത്യൻ ബൈക്കിനേക്കാളും കിടിലാവാൻ സാധ്യതയുണ്ട്. നല്ല അടിപൊളി ഗെയിമാണ്. ഇവിടെ കൂടെ പോയി നോക്കട്ടെ. അപ്പുറത്തുണ്ടോ? അതിപ്പുറത്തും ഉണ്ട്. ഈ ഗെയിം ഇന്ത്യൻ ബൈക്കിനേക്കാളും അടിപൊളിയാട്ടാ. കോപ്പിടിച്ചാണെങ്കിലും ശരി, അതിനേക്കാളും വേറെ ലെവലാക്കിയിട്ടുണ്ട് അവർ. നമുക്കിനി ഇതിൻ്റെ പുറത്ത് നോക്കാം. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ഈ കാണുന്ന ഹോസ്പിറ്റൽ പോലത്തെ സ്ഥലം, പിന്നെ ഈ സ്ഥലം, ഈ രണ്ട് സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കണ്ട റോട്ടിക്ക് കയറണം. റോട്ടിക്കുള്ള കയറണ്ട. റോട്ടിലോട്ട് കയറി ഇനി ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. എൻ്റെ ബൈക്ക് അവിടെ കിടക്കുന്നുണ്ട്.
നമുക്ക് ചീറ്റ് കോഡ് അറിയാമല്ലോ, നമുക്ക് ബൈക്കല്ല. അപ്പോൾ നമുക്ക് പറ്റുക 2000 അടിച്ചെടുത്താൽ നമുക്ക് ഒരു ഹ്യുണ്ടായിൻ്റെ കാർ എടുക്കാം. യാ, നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ചീറ്റ് കോഡ്സ് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ചീറ്റ് കോഡ്സ് ഒന്നും ഇതിട്ട് അറിയില്ല. സോ നിങ്ങൾക്ക് അറിയുന്ന ചീറ്റ് കോഡ്സ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് ആ ഹോസ്പിറ്റലാണ് തോന്നുന്നത്, ആ പ്ലസ് സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഹോസ്പിറ്റലിലോട്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ഈ മാപ്പിൽ കാണിച്ചത് പ്രകാരം ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. എനിക്ക് കയറാൻ പറ്റുമോ ഇല്ല അറിയില്ല. അതാ ഫ്രണ്ടിൽ ഷോറൂം ഉണ്ടായിരുന്നു, റാമ്പ് ഉണ്ട്. നമ്മൾ ഇന്ത്യൻ ബൈക്കിലുള്ള അതേ റാമ്പ് ഇട്ടാ. ഈ റാമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഇത് ഈ കാണുന്ന റാമ്പ് ജുറാസിക് പാർക്കിൻ്റെ അവിടെ, ഇത് ഒരു പുള്ളിയുള്ള സ്ഥലത്തുണ്ട്. എൻ്റെ ഈ റാമ്പ് ഒരു ചോപ്പാണ് തോന്നുക. ഒരു ചോപ്പ് നമ്മുടെ ഗെയിമിലുണ്ട്, അതേ കോപ്പി ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് ഹോസ്പിറ്റലിലോട്ട് കയറാൻ പറ്റുമോ? ഇവിടെ കയറിയതാടാ, ഞാൻ വെറുതെ കയറിയതാണ്, ഇടിച്ച് ചില്ലാന്ന് വിചാരിച്ച്. അത് ചില്ലൊന്നുമില്ല. ഇതേ ഹോസ്പിറ്റലിൽ റിസപ്ഷൻ ഉണ്ടാക്കണേ. അടുത്തോളം ഇവിടെ തെറ്റിപ്പോയി രാവിലെ. ഇവിടെ തൂണുണ്ട്, എൻ്റെ ഒരു റൂമിലോട്ട് കയറാൻ പറ്റുമോ? പറ്റുന്നില്ല. നമ്മുടെ ഇന്ത്യൻ ബൈക്കിലുള്ള ഒരു ഗ്ലിച്ച് ഇതിൽ വർക്കാവും നോക്കുക. വാ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഗ്ലിച്ച് വർക്കാവോ അറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി കയറാൻ പറ്റുന്നില്ലേ? അതെന്താ ആ വണ്ടി കയറാൻ പറ്റുന്നില്ല? ആ ഗ്ലിച്ച് ഈ വണ്ടീൻ്റെ അകത്ത് കയറിയിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറിയിട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല. വേറെ ഒന്നുമില്ലടേ. അങ്ങനെ നോക്കിയാൽ കാണുന്നുണ്ട് കേട്ടോ റൂം. യാ കാണുന്നുണ്ട്. ചാത്ത് എന്താണെന്ന് നോക്കാൻ പറ്റുന്നില്ല. അതെ, എനിക്ക് ഈ സാധനം പിടിച്ചൊന്ന് ഞെക്കി നോക്കട്ടെ. കാണൂല, നടക്കൂല. ഇത്ര തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. സൈഡിലോട്ട് ഇത്ര തന്നെ ഉള്ളൂ ഗായ്സ്. നമുക്ക് നമ്മുടെ ഷോറൂമിലോട്ടൊന്ന് കയറി വെക്കാം. നമ്മുടെ ഇന്ത്യൻ ബൈക്കിലുള്ള ആദ്യത്തെ ഷോറൂമിൻ്റെ ഒരു ചെറിയ ലുക്ക് തോന്നിക്ക്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് നമുക്കൊന്ന് ഇറങ്ങാം. നമുക്ക് ഇപ്രാവശ്യം ബൈക്ക് എടുക്കാം. കാറ് ബൈക്ക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് ഷോറൂമിൻ്റെ അകത്ത് വല്ല കാറുണ്ടാവും, നമുക്ക് അടിച്ചു പറ്റാം. ഇതിപ്പോൾ ഷോറൂമിൽ ആൾക്കാർ വേണം, താനെ കാറ് വേണം, അങ്ങനെയൊക്കെ വേണമായിരുന്നു. ഇതിലങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഞാൻ വണ്ടി പോകുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റുമോ? ഇന്ത്യൻ ബൈക്കിൽ പറ്റില്ല, അതിൻ്റെ ഇതിലും പറ്റൂല. അതിൻ്റെ ഇതാക്കണടാ ചോപ്പ് റാമ്പ്. ഞാൻ പറഞ്ഞല്ലോ ആ ഗെയിമിലുള്ള ചോപ്പ് റാമ്പ്. അതാ ഇത് പക്ക കൂപ്പി അടിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കളറ് എന്നാണ്? കളർ നോക്കട്ടെ. കളർ ചോപ്പിൻ്റെ ആണോ? അല്ല, ബ്ലാക്ക്. പക്ഷേ ഇങ്ങനെ കൂപ്പി അടിക്കുമോ? ഞാൻ ഭയങ്കര ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, ഇത് കാറ് നിർത്തുന്ന സ്ഥലം. ഇത് നമ്മുടെ ആദ്യത്തെ ഷോറൂമില്ലേ, അതിൽ പക്ഷേ വട്ടത്തിലല്ല. ഇത് കറങ്ങുമോ? അത് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. ഇറങ്ങി നോക്കട്ടെ. വണ്ടി കറങ്ങുമോ? കറങ്ങൂല. ഇത് കറങ്ങുമെങ്കിൽ അടിപൊളിയായിരുന്നു. എൻ്റെ ഷോറൂം ഇതാക്കാൻ ആർജിസ്റ്റുകൾ പോലെ എന്തെങ്കിലും ഉണ്ടോ? ക്യാമറ ഞാൻ വെറുതെ നിൽക്കിയതാട്ടാ. ഇതൊക്കെ ഇങ്ങനെ എൻ്റെ മോനെ ഞാൻ പ്രതീക്ഷിച്ചില്ലട്ടാ. ഞാൻ വെറുതെ ക്യാമറ ഞെക്കിയതാണ്. അടിപൊളി. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഫോണിൽ കാണുന്നതന്നെ ഇനി ചെറിയ ഫോണിൽ കണ്ട. നമ്മൾ ബാക്ക് അടിച്ച് ഇനി നോക്കുമ്പോൾ കണ്ട അതന്നെ ഇതിലും. അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ബൈക്കിൽ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ ചീറ്റ് കോഡ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഗെയിം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതും കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ഇടും. അതില്ലെങ്കിൽ ഇതുപോലത്തെ വല്ല ഓപ്പൺ വേൾഡ് ഗെയിംസാണ്, ഓപ്പൺ വേൾഡിനെ വേണമെന്നില്ല, ഏതെങ്കിലും ഗെയിംസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വണ്ടിയിലോട്ട് കയറാൻ പറ്റും. നോക്കട്ടെ. പറ്റും. ഞങ്ങളെ വലിച്ചിട്ട് ഞാൻ ഇപ്പോൾ വെറുതെ വണ്ടി കയറിയതാ. ഇറങ്ങട്ടെ. ഞാൻ ഈ കാണുന്ന തോക്ക് എടുക്കാൻ എനിക്ക് ഈ തോക്കാട്ട് ഇഷ്ടമായത്. എൻ്റെ ആളൊക്കെ ഒന്ന് നമുക്ക് പോലീസ് മിഷൻ ചെയ്താലോ? പോലീസ് മിഷൻ. അപ്പൂപ്പാ ഇതിൽ അയ്യോ അപ്പൂപ്പാ വായോ.
അപ്പോൾ പിന്നെ അടിക്കാൻ വന്ന് ഇതെന്താ ചെയ്യുന്ന നമ്മളെ പോലീസ് പിടിക്കാൻ വന്നില്ല, ഒരു സ്റ്റാറും ആയില്ല. നമ്മളെ ആള് മരിച്ച നമുക്ക് പോലീസ് പിടിക്കാൻ വരില്ല. എടേ അടിപൊളി. എന്തായാലും ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാ ഗൈസ്. അപ്പം മറ്റൊരു വരാം. ബൈ.